അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. ഞങ്ങൾ തിരുവനന്തപുരത്ത് കൂടെ അങ്ങനെ മകളോടക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ചൊരു വീട് കണ്ടു കേട്ടോ. അതായത് പാവപ്പെട്ടവൻ്റെ കൊട്ടാരം. ഇത് കണ്ടോ, ഒരു പാലം അവിടെ നിന്ന് ഉണ്ടാക്കിക്കുക. ഞങ്ങൾ ആ വീടിൻ്റെ അവിടെ പോയി 4 ഭാഗത്ത് കൂടി ഒന്ന് പോയി നോക്കി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ വീട്. ഇതുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ തെങ്ങും മരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെട്ടിയിട്ട് റോഡ് സൈഡ്, ഇത് മെയിൻ റോഡാട്ടോ. അതുണ്ടോ, മെയിൻ റോഡാണിത്. മെയിൻ എന്ന് വെച്ചാൽ അത്ര മെയിനല്ല, പക്ഷെ എന്നാലും ടാറിങ് കഴിഞ്ഞ റോഡാണ്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു വീട്. എന്താണോ, എനിക്ക് വല്ലാതെ ഇഷ്ടമായി ഈ വീട് അങ്ങനെ കണ്ടപ്പോൾ. ഒരു മതാമരമുണ്ട്. പിന്നെ ഇങ്ങനെ നോക്കാം നമുക്ക് ഇവിടെ നിന്ന്. ഞങ്ങളിതാ വണ്ടി നിർത്തി വെച്ച് കേട്ടോ അവിടെ. അല്ല, ഇവിടെ ഇതാ ഉണ്ടോ, വീടുകളൊക്കെ ഉണ്ട്. ഇതാണ്ടോ, റോഡും വഴിയും പാലവും വീടൊക്കെ ഉണ്ട്. അതാ ഒരാൾ അവിടെ പോയി പാലം കാണാൻ പോയതാട്ടോ. ഇത് വെള്ളം പോയിരുന്ന കനാലാണ് തോന്നുന്നുണ്ടോ, കനാലാണിത്. പക്ഷെ ഇപ്പോൾ വെള്ളമില്ല. ഇനി എന്തുകൊണ്ടാണ് വെള്ളം ഇല്ലാത്തതാണ്? വല്ല കൃഷിക്കും കൊടുത്തിരുന്ന സ്ഥലമാണോ അല്ല വെള്ളമാണോ എന്നറിയില്ല. എന്താണെങ്കിലും ഇപ്പോൾ വെള്ളമില്ല. ഇവിടെ വീടാണോ എന്നറിയില്ല കേട്ടോ. ഇതെന്താ സംഭവം എന്നറിയില്ല. ഒക്കെ തകരം കൊണ്ടൊക്കെ മറച്ചു വെച്ചിരിക്കണു. ഓ, സീറ്റ് മരങ്ങളൊക്കെ അതിൻ്റെ മേലെ വീണിട്ട് വീട് പൊളിഞ്ഞു പോയിക്കണു. കോഴി ഫാമാണല്ലേ. ഞാൻ വിചാരിച്ചു വീട് മനുഷ്യന്മാർ താമസിക്കുന്നതാണോ വിചാരിച്ചു. കോഴി ഫാമാണ് കേട്ടോ. അപ്പോൾ ആരുമില്ല. ഈ പാലത്തും വന്ന് മേലെ വീട്ടിലേക്ക്. ഇതാണ്ടോ, അപ്പുറത്തും ഇപ്പുറത്തും കോൺക്രീറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അവിടെ വീടുണ്ട് കേട്ടോ. ആ വീട്ടിലേക്ക് കയറി പോകണം. ഏതായാലും ഞങ്ങൾക്ക് ഇനി ഈ റോട്ടിൽ കൂടെ ഇതെങ്ങനെ പോകണം. ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ ആയിട്ടാണ്ട് എടുത്തതാട്ടോ. ഇതൊക്കെ നമ്മളെ മലപ്പുറത്തുണ്ട്, കുറച്ച് ഉള്ള ഏരിയയിലേക്ക് പോകുമ്പോൾ. എന്താ നോക്ക് ചക്ക. ഇത് കാണുമ്പോൾ തിരുവനന്തപുരത്തൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിറച്ച് ചക്ക കിടക്കണേ എപ്പോൾ കാണുക കേട്ടോ. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഒരു ചക്കക്ക് 200-300 റുപ്യക്കാണ് ഇവിടെ വില. അങ്ങനത്തെ സ്ഥാനത്താണ്. ഇതുണ്ട്, എത്ര ചക്ക നോക്ക് മരത്തമ്മേ, കാണുന്നുണ്ടോ? ഇഷ്ടംപോലെ ചക്ക കിടക്കണം. പഴുത്ത് കൊത്തിപ്പോകും ചെയ്തിരിക്കണം കുറേ. അതുകൊണ്ട് അതിൻ്റെ മേലെ കൊമ്പുമ്പോൾ വരെ ചക്ക ഉണ്ട്. അങ്ങോട്ട് നോക്ക്, അവിടെ വരെ ചക്ക ഉണ്ട്. ഇവിടെയൊക്കെ ചക്ക ഉണ്ട് കേട്ടോ. കല്ലെറിഞ്ഞിട്ടോ എന്തൊക്കെ ചക്കക്ക് കുറേ പരിക്കും പറ്റിക്കണം, താഴെള്ളീനൊക്കെ. ഏതായാലും ഇപ്പോഴത്തെ പഴുത്ത് അതാണ് കേട്ടോ. പഠിച്ചനെ, ഇവിടെ അത്രയും വിലയുള്ള സ്ഥലത്ത് എന്ത് ചക്ക അങ്ങനെ കേടുവരാൻ വിട്ടിക്കണവർ കണ്ടോ. പഴുത്തിട്ട് കൊത്തിക്കണോക്ക്. അങ്ങോട്ടോക്ക് ആ കൊത്തിയ ചക്കല്ലേ, അതിവിടെ ഒരു 400 റുപ്യ കിട്ടും ആ ചക്കക്ക്. പിന്നെ എന്തുകൊണ്ടാണ് ഇത് കൊണ്ടാകാത്തതെന്ന് അറിയില്ല കേട്ടോ. ഏതായാലും ഞങ്ങളിനി പോട്ടെ, വണ്ടി അടക്കുക. നല്ല സ്ഥലം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏതായാലും ഞങ്ങളിവിടെ സ്ഥലം നോക്കാൻ വേണ്ടി വന്നതാണ് സത്യത്തിൽ. രണ്ടാമത്തെ മകൾ ഇവിടെ സ്ഥലം വാങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സ്ഥലം നോക്കാൻ വേണ്ടി വന്ന. ഒരു പോയിട്ടോ. ഇനിയിപ്പോൾ ഏതായാലും ഞങ്ങൾ പോട്ടെ. കോഴി ഫാമാണ്. ഇത് കണ്ടോ, ഇപ്പോൾ കോഴിയില്ല, പെരിച്ചായില്ല. പഴയ കോഴി ഫാമാണത്. സൗണ്ട് കേട്ടില്ലേ തകരത്തിൻ്റെ. അതിൻ്റെ മുകളിൽ കൂടെ മരമൊക്കെ ഒടിഞ്ഞ് വീണ് ഇതായിക്കണം. ഏതായാലും നിർത്തട്ടെ മക്കളെ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. സുഖമായിട്ടിരിക്കുക. ഏതായാലും തിരുവനന്തപുരത്ത് മഴ കുറവുണ്ടിട്ടില്ലേ. നമുക്ക് 4-4:30 ആകുമ്പോൾ കാണാം. ശരി, എന്നാൽ അസ്സലാമു അലൈക്കും.